കട്ടപ്പന മുനിസിപ്പാലിറ്റി പോലീസ് സ്റ്റേഷൻ റോഡ് വശമിടിഞ്ഞ അപകടാവസ്ഥയിലായി. കാലങ്ങൾ പിന്നിട്ടിട്ടും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷ ഒരുക്കാൻ നടപടിയില്ല. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് സംരക്ഷണ ഭിത്തിയും ഇതോടൊപ്പം കടമുറികളും നിർമ്മിക്കുന്നതിന് തുടക്കം കുറിച്ചെങ്കിലും ഇത് പാതിവഴിയിൽ നിലച്ചു. ഒടുവിൽ ടാർ വീപ്പുകൾ വലിച്ച് കെട്ടിയ കയറിലാണ് നാട്ടുകാരുടെ സുരക്ഷ. നൂറുകണക്കിന് ബസ്സുകളടക്കം കടന്നുപോകുന്ന കട്ടപ്പന മുനിസിപ്പാലിറ്റി പോലീസ് സ്റ്റേഷൻ റോഡിന്റെ വശമാണ് ഇടിഞ്ഞ അപകടാവസ്ഥയിലായത്. അപകട സാധ്യത കണക്കിലെടുത്തു കഴിഞ്ഞ ഭരണസമിതി ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനും ഒപ്പം തന്നെ ഇതിനോട് ചേർന്ന് മുറികൾ പണിത് വാടകയ്ക്ക് നൽകി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും പദ്ധതി തയ്യാറാക്കുകയും നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു. നിലവിൽ പണി പൂർത്തിയാക്കാത്ത ഇവിടെ ഇന്ന് ഹരിതകർമ്മസേനയുടെ മാലിന്യ ശേഖരണ കേന്ദ്രമായി മാറി. വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കും സുരക്ഷയ്ക്കായി ആകെയുള്ളത് നിരത്തിവെച്ച ടാർ വീപ്പിയും വലിച്ചു കെട്ടിയ കയറും മാത്രം. വലിയ അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശത്തെ സംരക്ഷണ ഭിത്തി നിർമ്മാണം വൈകുന്നതിനെതിരെ വിമർശനവുമായി CPI പ്രാദേശിക നേതൃത്വവും രംഗത്തെത്തി. വികസന പ്രവർത്തനങ്ങളിൽ കട്ടപ്പനയെ പിറകോട്ട് നയിക്കുന്ന സമീപനമാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ അടക്കം സ്വീകരിക്കുന്നതെന്ന് CPI ലോക്കൽ സെക്രട്ടറി ഗിരീഷ് മാലി പറഞ്ഞു. ഇടിഞ്ഞു വീണ ഈ റോഡ് കട്ടപ്പന നഗരസഭയുടെ വാതിൽക്കൽ നിന്ന് ആരംഭിച്ച് പോലീസ് സ്റ്റേഷൻ ഭാഗത്ത് അവസാനിക്കുന്ന റോഡ് ഇടിഞ്ഞു വീണപ്പോൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വെറും സംരക്ഷണ ഭിത്തി എന്നതിലുപരിയായിട്ട് അതിലൂടെ ലാഭമുണ്ടാക്കാൻ മുനിസിപ്പാലിറ്റിക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഷട്ടറുകളും കൂടി 2-3 നിലയാണെങ്കിൽ റൂമുകളോട് കൂടിയ സംരക്ഷണ ഭിത്തി എന്ന ആശയമാണ് ഞങ്ങൾ അന്നത്തെ UDF-ഉമായിട്ട് പങ്കുവച്ചത്. അന്നത്തെ UDF-ഉം അക്കാലത്തെ UDF-ലെ അംഗങ്ങളും അതിനോട് അനുകൂലിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കെട്ടിടം സംരക്ഷണ ഭിത്തിയും ഒപ്പം തന്നെ ഈ മുറികളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് സംരക്ഷണ ഭിത്തി നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ഗിരീഷ് മാലി വ്യക്തമാക്കി. സിറ്റി വിഷൻ, കട്ടപ്പന.